ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഡ്യൂറ്റ് വണ്ടി ജനറൽ സർവീസും അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്കൊക്കെ ആയിട്ട് വന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ സർവീസ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഓയിൽസീൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഓയിൽസീൽ മാറ്റാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫോർക്ക് പൈപ്പ് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കി അറിയാം അത്യാവശ്യം ചെറിയൊരു കുത്തുപോലെ കിടക്കുന്നുണ്ട്. അതാണ് ശരിക്കും ആ ലീക്ക് വരാനായിട്ട് മെയിനായിട്ടുള്ള റീസൺ കേട്ടോ. രണ്ട് പൈപ്പുമേ ഉണ്ട്. ഇപ്പോഴത്തെ പൈപ്പുമേ തുടങ്ങിയിട്ടുണ്ട്, ഡോട്ട് പോലെ വന്നിട്ടുണ്ട്. അവിടെ ഓയിൽസീൽ കവറാവില്ല. ആ കവറിങ് വരാതെ വരുമ്പോഴാണ് ആ ഓയിൽ ആ ഗ്യാപ്പിൽ കൂടെ പുറത്തേക്ക് വരാം. അതിൻ്റെ ഉള്ളിൽ നല്ല ഫോഴ്സിലാണ് വർക്ക് ചെയ്യുക. വണ്ടി ഓടുന്ന സമയത്ത് ഓയിൽ നല്ലൊരു ഫോഴ്സിൽ പുറത്തേക്ക് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ അടിച്ച് പുറത്തേക്ക് വരും. അതാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ട് പൈപ്പിനും കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓയിൽ സീൽ ഡസ്റ്റ് സീൽ ഒക്കെ മാറുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫോർക്കിൻ്റെ പൈപ്പ് കൂടി മാറ്റിയാലാണ് ആ ഓയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറുള്ളൂ. അതിനകത്ത് നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിൽ ഒരെണ്ണം ഉൾപ്പെടുത്തിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അഴിക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും പൈപ്പിന് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി അഡീഷണൽ എസ്റ്റിമേറ്റായിട്ട് വിളിച്ചിട്ട് പറയാം കേട്ടോ കറക്റ്റായിട്ട് എത്ര വരും എന്നുള്ള കേസ്. രണ്ട് ഫോർക്ക് പൈപ്പും മാറ്റേണ്ടി വരും. നമുക്ക് ടോട്ടൽ എസ്റ്റിമേറ്റിൽ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വിളിച്ചാൽ പറയാം. ഓക്കെ.